We are going to discuss about the greedy method. This is one of the most simplest and straightforward method. ഗ്രീഡി അൽഗോരിതത്തിൽ നമ്മൾ സൊല്യൂഷനെ ബിൽഡ് ചെയ്യുന്നത് പാർട്ട് ബൈ പാർട്ടായിട്ട്. ഈ ഗ്രീഡി മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രീവിയസ് പാർട്ടിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ചോയ്സിനും റീകൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഇത് ബിൽഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ പ്രീവിയസ് സ്റ്റേജിൽ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, അത് വീണ്ടും റീകൺസിഡർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വി കാൺ ഡു ദാറ്റ് ഇൻ ഗ്രീഡി മെത്തേഡ്. ഓക്കെ, ഈ ഗ്രീഡി മെത്തേഡിൽ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ടായിരിക്കും. ഇനി ഫ്യൂച്ചറിൽ ഈ ഡിസിഷൻ കൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാവുമോ എന്ന് നമ്മൾ ഗ്രീഡി മെത്തേഡിൽ ശ്രദ്ധിക്കില്ല, നമ്മൾ ചെക്ക് ചെയ്യില്ല. ഐ മീൻ ഇപ്പം എന്താണോ നമ്മൾ അവൈലബിൾ ഇൻഫോർമേഷൻ അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ കൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ വാട്ട് എഫക്റ്റ് വിൽ ഹാപ്പൻ നമുക്ക് അത് ഡോണ്ട് നോ. വി ആർ നോട്ട് വറിയിങ് അബൌട്ട് ദാറ്റ് effect of the current decision. Okay, and it is used to solve the optimization problems. Optimization problems solve ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീഡി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം? ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്? പോട്ടെ, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ദിസ് ഒപ്റ്റിമൽ സൊല്യൂഷൻ? ഒരു ബെസ്റ്റ് സൊല്യൂഷനെയാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഫീസിബിൾ സൊല്യൂഷൻ. വാട്ട് ഇസ് മീൻ ബൈ ദിസ് ഫീസിബിൾ സൊല്യൂഷൻ? എനി സബ്സെറ്റ് ദാറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ, ദ ഗിവൺ കണ്ടീഷൻ, ദെൻ ഇറ്റ് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ. ഏതെങ്കിലും ഒരു സബ്സെറ്റ് ഗിവൺ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീസിബിൾ സൊല്യൂഷൻ ആവാം. അപ്പോൾ എന്താണ്? കുറേ സബ്സെറ്റ് എന്ന് പറയുന്നത് ഫീസിബിൾ സൊല്യൂഷൻ ആയിരിക്കാം. തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ സബ്സെറ്റ് ഉണ്ടായിരിക്കാം, അതിനെയൊക്കെ നമ്മൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഇതിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ അവൈലബിൾ ആയിട്ടുള്ള ഫീസിബിൾ സൊല്യൂഷനിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് ഫേവറബിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് we don't want to find just a solution, but we want to find the best solution in it. ഏതൊരു സിറ്റുവേഷനിലാണോ നമുക്ക് ഒരു സൊല്യൂഷൻ അല്ല, ജസ്റ്റ് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അല്ല വേണ്ടേ, അതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ വേണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഏതാണോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. അങ്ങനത്തെ ഒരു സർക്കംസ്റ്റൻസിൽ നമ്മൾ പറയുന്നതാണ് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. സോ ഈ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? നമുക്ക് എപ്പോഴാണോ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്, അതായത് ഏത് പ്രോബ്ലത്തിനാണോ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യേണ്ടത്, ആ സിറ്റുവേഷനിലൊക്കെ എന്താണ്? ഗ്രീഡി അൽഗോരിതം വർക്ക് ചെയ്യും. അതായത് ഒപ്റ്റിമൽ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കാണാനായിട്ട്, ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് ഗ്രീഡി അൽഗോരിതം ഓൾമോസ്റ്റ് ടൈമിലും എന്താണ്? ഗ്രീഡി അൽഗോരിതം വർക്ക് ചെയ്യും. പക്ഷേ ഗ്രീഡി അൽഗോരിതം വെച്ചിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാത്ത പ്രോബ്ലം ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷനിലും നമുക്ക് എന്താണ്? ഗ്രീഡി അൽഗോരിതം വെച്ചിട്ട് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ചെയ്യാൻ പറ്റും, അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണാൻ പറ്റും. ഇനി ഈ ഗ്രീഡി അൽഗോരിതത്തിന് 2 ഫേസസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റൈറ്റ് നൗ നമുക്കിപ്പോൾ കിട്ടുന്ന ബെസ്റ്റ് എന്താണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. അതിൻ്റെ ഫ്യൂച്ചർ കോൺസിക്വൻസ് നമ്മൾ മൈൻഡ് ഇല്ല. വി ആർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ ഫ്യൂച്ചർ കോൺസിക്വൻസ് ഓഫ് ദാറ്റ്. ഓക്കെ, സെക്കൻഡ് വൺ, ഇനി ഓരോ പെർട്ടിക്കുലർ ടൈമിലും നമ്മൾ ഒപ്റ്റിമം ചൂസ് ചെയ്യുമ്പോൾ വി ഹോപ്പ് ദാറ്റ് വി വിൽ ഗെറ്റ് ആൻ ഒപ്റ്റിമൽ ഗ്ലോബൽ ഒപ്റ്റിമം അറ്റ് ദ എൻഡ്. അതായത് പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ഒപ്റ്റിമൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹോപ്പാണ് അറ്റ് ലാസ്റ്റ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നതും ഒപ്റ്റിമം ആയിരിക്കും എന്ന്. അങ്ങനെ ഒരു ഹോപ്പിലാണ് നമ്മൾ ഗ്രീഡി അൽഗോരിതം ഫോർവേഡ് ചെയ്യുന്നത്, ഓരോ സ്റ്റെപ്പും ഫോർവേഡ് ചെയ്യുന്നത്. We are going to discuss about the components of greedy algorithm. There are basically 5 components for a greedy algorithm.
അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ കാൻഡിഡേറ്റ് സെറ്റാണ്. എ സൊല്യൂഷൻ ഈസ് ക്രിയേറ്റഡ് ഫ്രം ദിസ് കാൻഡിഡേറ്റ് സെറ്റ്. ഈ ഉള്ള കാൻഡിഡേറ്റ് സെറ്റിൽ നിന്നായിരിക്കും നമ്മൾ ഒരു സൊല്യൂഷൻ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എ സെലക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ് ടു ചൂസ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ടു ബി ആഡഡ് ടു ദ സൊല്യൂഷൻ. അതായത് തന്നിരിക്കുന്ന കാൻഡിഡേറ്റ് സെറ്റിൽ നിന്ന് ബെസ്റ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് ചൂസ് ചെയ്യുന്നത് എന്താണ്, ഈ സെലക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ടാണ്. നെക്സ്റ്റ് കമ്പോണൻറ്റ്, അതായത് തേർഡ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫീസിബിലിറ്റി ഫംഗ്ഷൻ ആണ്. അതായത് ജസ്റ്റ് ഫീസിബിൾ ആണോ എന്ന്, അതായത് ഒരു സൊല്യൂഷൻ ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫീസിബിലിറ്റി ഫംഗ്ഷൻ. യൂസ് ടു ഡിറ്റർമൈൻ വെദർ എ കാൻഡിഡേറ്റ് ക്യാൻ ബി യൂസ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊല്യൂഷൻ. സൊല്യൂഷന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു കാൻഡിഡേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീസിബിലിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതാണ് എന്ത് ഫീസിബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇറ്റ് ഈസ് യൂസ് ടു അസൈൻ എ വാല്യൂ ടു എ സൊല്യൂഷൻ ഓർ എ പാർഷ്യൽ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന് അല്ലെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു കാൻഡിഡേറ്റ് സെറ്റിൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും, അതിലൊരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ സൊല്യൂഷന് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അതായത് ഫിഫ്ത്ത് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എ സൊല്യൂഷൻ ഫംഗ്ഷൻ. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് വെദർ എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഹാസ് ബീൻ റീച്ച്ഡ്. അതായത് അറ്റ് ദ എൻഡ് ഫൈനൽ സൊല്യൂഷൻ കംപ്ലീറ്റ് ആയോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് സൊല്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദ 5 കമ്പോണൻറ്റ്സ് ഓഫ് ദ ഗ്രീഡി അൽഗോരിതം. ഫസ്റ്റ് വൺ കാൻഡിഡേറ്റ് സെറ്റ്, പിന്നെ എ സെലക്ഷൻ ഫംഗ്ഷൻ, എ ഫീസിബിലിറ്റി ഫംഗ്ഷൻ, ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് എ സൊല്യൂഷൻ ഫംഗ്ഷൻ. ഇനി യൂസിങ് ഈ ഗ്രീഡി മെത്തേഡ് നമുക്ക് വാരിയസ് അൽഗോരിതംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്കൽസ് അൽഗോരിതമാണ്. ഈ ക്രിസ്കൽസ് അൽഗോരിതം നമ്മൾ യൂസ് ചെയ്യുന്നത് മിനിമൽ സ്പാനിങ് ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്രിസ്കൽ അൽഗോരിതത്തിൽ 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. മെയിൻലി 3 സ്റ്റെപ്സ് ആണ് ക്രിസ്കൽ അൽഗോരിതത്തിനുള്ളത്. ഓക്കെ, അതായത് മിനിമൽ സ്പാനിങ് ട്രീ കാണാൻ വേണ്ടിയിട്ട് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ട്രീയുടെ എല്ലാ എഡ്ജസിനെയും അതിൻ്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിലുള്ള എല്ലാ വെർട്ടെക്സിനെയും നമ്മൾ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യും എല്ലാ വെർട്ടെക്സിനും വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഫോറസ്റ്റിലോട്ട് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോറസ്റ്റിലോട്ട് ഓരോ എഡ്ജുകളെയായിട്ട് ആഡ് ചെയ്യും. ഈ എഡ്ജുകളെ നമ്മൾ ആഡ് ചെയ്യുന്നത് സ്മോളസ്റ്റ് വെയിറ്റ് ഉള്ള എഡ്ജിനെ ആയിരിക്കും ആദ്യം ആഡ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് സ്മോളസ്റ്റ് വെയിറ്റ് ഉള്ള എഡ്ജിനെ ആയിരിക്കും ആഡ് ചെയ്യുക. അങ്ങനെ ഒരു സൈക്കിൾ ഫോം ചെയ്യാത്ത രീതിയിൽ നമ്മൾ ഈ ഫോറസ്റ്റിലോട്ട് ഓരോ എഡ്ജിനെയും ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ n വെർട്ടെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ n-1 എഡ്ജ് ആകുന്നത് വരെ നമ്മൾ ഈ എഡ്ജുകളെ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി n-1 എഡ്ജ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്മോളസ്റ്റ് വെയിറ്റ് ഉള്ള എഡ്ജിനെ ആഡ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ക്രിസ്കൽ അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിസ്കൽ അൽഗോരിതം വെച്ചിട്ട് മിനിമൽ സ്പാനിങ് ട്രീ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ദിസ് ഷോസ് ആൻ എക്സാമ്പിൾ ഓഫ് ക്രിസ്കൽസ് അൽഗോരിതം. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 6 വെർട്ടെക്സ് ആണുള്ളത്. 1 2 3 4 5 6. ഇതിൻ്റെ മിനിമൽ സ്പാനിങ് ട്രീ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ 6 വെർട്ടെക്സിനെ അതിൻ്റെ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ട്രീയുടെ ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. 6 വെർട്ടെക്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തു. ദെൻ വി ആർ ആഡിങ് ദ എഡ്ജ് വിത്ത് ദ മിനിമം കോസ്റ്റ്. ഇതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് എഡ്ജ് 1,2 ആണ്. ഓക്കെ, അതിനാണ് മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് കോസ്റ്റ് 10. സോ ആ എഡ്ജിനെ നമ്മൾ ഫോറസ്റ്റിലോട്ട് ആഡ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 3,6. ആ എഡ്ജാണ് നെക്സ്റ്റ് മിനിമം കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് ഫോർത്ത് സ്റ്റെപ്പ് ആയപ്പോൾ നമുക്ക് 1 to 2 ആഡ് ചെയ്തു, 4 to 6 ആഡ് ചെയ്തു, 6 to 3 ആഡ് ചെയ്തു, 2 to 6 ആഡ് ചെയ്തു. പിന്നെ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 30 ആണ്. 30 എന്ന് പറയുന്നത് എഡ്ജ് 1,4 ആണ് വരുന്നത്. ഈ
എഡ്ജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഫോം എ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ആ എഡ്ജിനെ നമ്മൾ റിജക്റ്റ് ചെയ്തു. നെക്സ്റ്റ് മിനിമം കോസ്റ്റ് വരുന്നത് ഏതാണോ അതിനെ ആഡ് ചെയ്തു. അങ്ങനെ n വെർട്ടെക്സ്, അതായത് 6 വെർട്ടെക്സിന് n-1 എഡ്ജസ്, അതായത് 5 എഡ്ജസ് വന്നപ്പോൾ എന്താണ്, നമ്മൾ അൽഗോരിതം സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദിസ് ഈസ് ദ minimal spanning tree of the figure shown using ക്രിസ്കൽസ് അൽഗോരിതം. ക്രിസ്കൽ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് കിട്ടിയ മിനിമൽ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് ഇതാണ്. Next we are going to discuss about the Prim's algorithm. This is also another application of the greedy approach, and it is also used for finding the minimal spanning tree of a graph. ഇതിലും നമുക്ക് 3 സ്റ്റെപ്പുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്ന് ആർബിട്രറി ആയിട്ട് നമ്മൾ ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യുന്നു. ആ വെർട്ടെക്സ് ആണ് നമ്മുടെ ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് ഗ്രാഫിൽ നിന്ന് ഏതെങ്കിലും ഒരു വെർട്ടെക്സ്, ഏത് വെർട്ടെക്സ് വേണമെങ്കിലും ആവാം, റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇനീഷ്യൽ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി ഈ വെർട്ടെക്സിൽ നിന്നും നമുക്ക് ട്രീനെ ഗ്രോ ചെയ്യണം, ഓരോ എഡ്ജും ആഡ് ചെയ്തിട്ട്. ഓക്കെ, ആ എഡ്ജ് എങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെർട്ടെക്സിൽ നിന്നും അടുത്ത വെർട്ടെക്സിലോട്ട്, ഒരു വെർട്ടെക്സിൽ നിന്ന് തന്നെ കുറേ വെർട്ടെക്സിലേക്ക് കണക്ഷൻ ഉണ്ടായിരിക്കാം. അതിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ചൂസ് ചെയ്യാം. ബട്ട് ദ കണ്ടീഷൻ ഈസ്, ഏത് വെർട്ടെക്സിലോട്ടുള്ള എഡ്ജാണോ മിനിമം കോസ്റ്റ് വരുന്നത് ആ എഡ്ജാണ്, അല്ലെങ്കിൽ ആ വെർട്ടെക്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ വെർട്ടെക്സിലോട്ടുള്ള എഡ്ജ് വേണം നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ മിനിമം കോസ്റ്റ് വരുന്ന എഡ്ജ് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വെർട്ടെക്സ് കിട്ടി. ദെൻ ആ വെർട്ടെക്സിൽ നിന്ന് നെക്സ്റ്റ് ഏത് വെർട്ടെക്സിലേക്കാണ് മിനിമം കോസ്റ്റ് എഡ്ജ് വരുന്നത് ആ എഡ്ജ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എത്ര വരെ? until all vertices are in the tree and edge equal to vertex -1. അങ്ങനെ നമ്മൾ എഡ്ജുകൾ ആഡ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫിലത്തെ എല്ലാ വെർട്ടെക്സും ഉണ്ടായിരിക്കണം. ആൻഡ് എഡ്ജ് എന്ന് പറയുന്നത് ഈ വെർട്ടെക്സ് -1 ആയിരിക്കണം. ഓക്കെ, ഈ കണ്ടീഷൻ വരെ നമ്മൾ ഈ സെക്കൻഡ് സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈ പ്രിംസ് അൽഗോരിതം വെച്ചിട്ട് ഒരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത് നേരത്തെ ക്രിസ്കൽ അൽഗോരിതത്തിൽ നമ്മൾ യൂസ് ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെയാണ് ഇതിലും ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന വെർട്ടെക്സ് എന്ന് പറയുന്നത് വെർട്ടെക്സ് 1 ആണ്. ആ വെർട്ടെക്സ് 1ൽ നിന്ന് ഉള്ള എഡ്ജസിൽ ഏറ്റവും മിനിമം കോസ്റ്റ് വരുന്ന എഡ്ജ് എന്ന് പറയുന്നത് വെർട്ടെക്സ് 2ലോട്ടുള്ള എഡ്ജാണ്. സോ വി ക്യാൻ ആഡ് ദ വെർട്ടെക്സ് 2, ദാറ്റ് മീൻസ് edge 1,2 into the spanning tree. ഇനി 2ൽ നിന്നുള്ള മിനിമം എഡ്ജ് വരുന്നത് വെർട്ടെക്സ് 6ലോട്ടുള്ള എഡ്ജാണ്. അതായത് അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 25 ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് ദ മിനിമം. അപ്പം നമ്മൾ ഈ 6 എന്ന് പറയുന്ന വെർട്ടെക്സിന്, അതായത് 2,6 എന്നുള്ള എഡ്ജിനെയും കൂടിയും ഈ സ്പാനിങ് ട്രീയിലേക്ക് ആഡ് ചെയ്യാണ്. അതിനുശേഷം 6ൽ നിന്നുള്ള വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ, 6ൽ നിന്നുള്ള മിനിമം എഡ്ജ് എന്ന് പറയുമ്പോൾ 3ലോട്ടുള്ള എഡ്ജാണ്. 3ലോട്ടുള്ള എഡ്ജ് എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. അപ്പോൾ നമ്മൾ 3നെ ആഡ് ചെയ്യാണ്, എഡ്ജ് 3,6 ആഡ് ചെയ്യാണ്. ഇനി 3ൽ നിന്ന് മിനിമം വരുന്ന എഡ്ജ് എന്ന് പറയുന്നത് 5ലോട്ടാണ്. അതായത് എഡ്ജ് കോസ്റ്റ് 35 ആണ് വരുന്നത്. അപ്പം നമ്മൾ ആ എഡ്ജും കൂടി ആഡ് ചെയ്യാണ്. അങ്ങനെ 5 എന്നുള്ള വെർട്ടെക്സും കൂടി സ്പാനിങ് ട്രീയിലോട്ട് വന്നു. ഇനി ഇതിൽ വരാത്ത ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് വെർട്ടെക്സ് 4 ആണ്. സോ വെർട്ടെക്സ് 4 നമുക്ക് ഗ്രാഫിലോട്ട് ആഡ് ചെയ്യണം. ഇതിൽ ഇനി ഈ 4 എന്നുള്ള വെർട്ടെക്സിലോട്ട് വരുന്ന എഡ്ജ് എന്ന് പറയുന്നത് വെർട്ടെക്സ് 1ൽ നിന്ന് വരുന്ന എഡ്ജും വെർട്ടെക്സ് 6ൽ നിന്ന് വരുന്ന എഡ്ജും ആണ്. ഇതിൽ ലീസ്റ്റ് മിനിമം കോസ്റ്റ്, അതായത് ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 6ൽ നിന്ന് വരുന്ന എഡ്ജാണ്. സോ നമ്മൾ 4ലേക്ക് 6ൽ നിന്ന് വരുന്ന എഡ്ജും കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ സ്പാനിങ് ട്രീയിൽ എല്ലാ വെർട്ടെക്സുമായി, അതായത് തന്നിരിക്കുന്ന ഗ്രാഫിലത്തെ എല്ലാ വെർട്ടെക്സും ആഡ് ചെയ്തു. ലൂപ്പ് ഫോം ചെയ്തിട്ടില്ല, ഐ മീൻ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്തിട്ടില്ല, എന്നാൽ എല്ലാ വെർട്ടെക്സും ആഡ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് പ്രിംസ് അൽഗോരിതം വെച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന മിനിമൽ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ യൂസ് ഹഫ്മാൻ എൻകോഡിങ്. ഈ ഹഫ്മാൻ എൻകോഡിങ്ങിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രീഡി മെത്തേഡ് തന്നെയാണ്. ഇനി ബിഫോർ ദാറ്റ് ഹഫ്മാൻ എൻകോഡിങ് പറയുന്നതിനേക്കാളും മുന്നേ what do you mean by this encoding? It is the process of storing sequence of characters in a computer system. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എൻകോഡിങ് എന്ന് പറയുന്നത്. ഇനി ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ഹഫ്മാൻ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണ് ഇൻ 1951. ആൻഡ് ദിസ് ടെക്നിക് ഈസ് ബേസിസ് ഫോർ ഓൾ ദ ഡാറ്റ കംപ്രഷൻ ആൻഡ് എൻകോഡിങ് സ്കീംസ്. അതായത് നമ്മൾ ഇപ്പം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റ കംപ്രഷൻ ആൻഡ് എൻകോഡിങ് സ്കീംസിൻ്റെ ഒക്കെ ബേസിക് ടെക്നിക് എന്ന് പറയുന്നത് ഡേവിഡ് ഹഫ്മാൻ ഡെവലപ്പ് ചെയ്ത ഈ ഹഫ്മാൻ എൻകോഡിങ് ആണ്. ഓക്കെ, ആൻഡ് ഡാറ്റ ലോസ് ചെയ്യാതെ എൻകോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറയുന്നത് ഹഫ്മാൻ എൻകോഡിങ് ആണ്. എന്താണ് പറയുന്നത്? ഡാറ്റ ലോസ് ആവാതെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫേമസ് അൽഗോരിതമാണ് ഹഫ്മാൻ കോഡിങ് എന്ന് പറയുന്നത്. അതുപോലെ ഇതിൽ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഗ്രീഡി അപ്രോച്ചാണ് ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എൻകോഡിങ് സ്കീം എന്ന് പറയുന്നത് വാരിയബിൾ ലെങ്ത് എൻകോഡിങ് സ്കീമാണ്. അതായത് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിന് നമ്മൾ സെറ്റ് ഓഫ് ബൈനറി കോഡ്സ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ക്യാരക്ടേഴ്സ് ഹൗ ഫ്രീക്വൻ്റ്ലി ഒരു ടെക്സ്റ്റിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ഉണ്ടാവുക? ഈ ബൈനറി കോഡ്സ്. ഇനി തന്നിരിക്കുന്ന ടെക്സ്റ്റിൽ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി അസൈൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിന് സ്മോളസ്റ്റ് കോഡായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ലീസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ ലാർജസ്റ്റ് കോഡായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു അൽഗോരിതമാണ്. ഹഫ്മാൻ ട്രീ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ലീഫ് നോഡ് ഫോർ ഈച്ച് ക്യാരക്ടർ ആൻഡ് ബിൽഡ് എ മിൻ ഹീപ്പ് യൂസിങ് ഓൾ ദ നോഡ്സ്. അതായത് തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിന് ഒരു ലീഫ് നോഡ് ക്രിയേറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് ഒരു മിൻ ഹീപ്പ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിപ്പീറ്റ് സ്റ്റെപ്പ് 3 to 5 വിൽ ഹീപ്പ് ഹാസ് മോർ ദാൻ 1 നോഡ്. ഈ ഹീപ്പിൻ്റെ ഇപ്പോൾ ഹീപ്പിൽ കുറേ ലീഫ് നോഡുകൾ ഉണ്ടാവും. ഇത് എല്ലാം ഈ സ്റ്റെപ്പുകൾ വെച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് 1 നോഡ് ആവുന്നത് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 അതാണ് സ്റ്റെപ്പ് 2 പറയുന്നത്. സ്റ്റെപ്പ് 3 എങ്ങനെ? ഇത് നമ്മളൊരു എക്സാമ്പിൾ ഇത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇതൊന്നും കൂടി ക്ലിയർ ആവും. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീപ്പിൽ നിന്ന് മിനിമം ഫ്രീക്വൻസി ഉള്ള 2 നോഡുകളെ എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് 4 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ഇൻറ്റേർണൽ നോഡ് സെഡ് ക്രിയേറ്റ് ചെയ്യുക. നേരത്തെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത എക്സ് എന്നുള്ളത് ലെഫ്റ്റ് ചൈൽഡും വൈ എന്ന് പറയുന്നത് റൈറ്റ് ചൈൽഡുമായിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഇൻറ്റേർണൽ നോഡ് സെഡിനെ നമ്മൾ മിൻ ഹീപ്പിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ? നോഡ് 1 ആവുമ്പോൾ 1 ആവുന്നത് വരെ നമ്മൾ ഈ 3 സ്റ്റെപ്പുകളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് നോഡ് ഇൻ ദി ഹീപ്പ് ഈസ് ദ റൂട്ട് ഓഫ് ഹഫ്മാൻ ട്രീ. ആ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആ നോഡായിരിക്കും ഹഫ്മാൻ ട്രീയിലത്തെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഹഫ്മാൻ എൻകോഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിൽ നമുക്ക് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട് AEIOUST ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 1 ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഫ്രീക്വൻസി വെച്ചിട്ട് ഒരു മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതിൽ മിനിമം ഫ്രീക്വൻസി ലീസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് നോഡ് ടിക്കാണ്. അപ്പോൾ അത് ഫസ്റ്റ് കൊടുത്തു. ഹയസ്റ്റ് എന്ന് പറയുന്നത്
നോഡ് ഇക്കാണ് 15 ആണ് ഫ്രീക്വൻസി വരുന്നത്. സോ അത് ലാസ്റ്റ് കൊടുത്തു. സോ ആ മിൻ ഹീപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഫസ്റ്റ് ടു മിനിമം ഫ്രീക്വൻസി വരുന്ന നോഡിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ന്യൂ ഇൻറ്റേർണൽ നോഡായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻറ്റേർണൽ നോഡ് ആ മിൻ ഹീപ്പിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മിനിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടിക്കും ഓനുമാണ്. അതിനെ രണ്ടിനും എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് 4 മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ഹീപ്പിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ഫസ്റ്റത്തെ 2 മിനിമം ഫ്രീക്വൻസി വരുന്ന നോഡുകളെയും എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഇൻറ്റേർണൽ നോഡിനെ വീണ്ടും അടുത്ത ഹീപ്പിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ 4 + 4 8 ആണ്. 8 എന്ന് പറയുന്നത് ഇതിൽ അറേഞ്ച് ചെയ്യുമ്പോൾ, മിനിമം ഹീപ്പിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെയാണ് വരിക. അതിനെ വീണ്ടും നമ്മൾ 8നെ ആ ഹീപ്പിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ആ ന്യൂ ഇൻറ്റേർണൽ നോഡ് പൊസിഷൻ വരിക ഫസ്റ്റ് തന്നെയാണ്, കാരണം അതാണ് മിനിമം ഫ്രീക്വൻസിയിൽ ഇപ്പോൾ കിടക്കുന്നത്. ഇനി ഇതിൽ തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മിനിമം ഫ്രീക്വൻസി വരുന്ന 2 നോഡുകളെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ നോഡിനെ വീണ്ടും നമ്മൾ ഈ മിൻ ഹീപ്പിലോട്ട് ആഡ് ചെയ്യാണ്. ഇതിലങ്ങനെ വരുന്നത് 8 and 10 ആണ്. അത് 18 ആണ് വരിക. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ഈ മിൻ ഹീപ്പിലോട്ട് പ്ലേസ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ ചൈൽഡ് നോഡുകളൊക്കെ സെയിം അതുപോലെ തന്നെയാണ് പുതിയ നോഡിലോട്ട് വരുന്നത്. അതായത് 8ൻ്റെ ചൈൽഡ് നോഡാണ് യുവും, പിന്നെ നേരത്തെ അതിന് മുന്നത്തെ സ്റ്റെപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻറ്റേർണൽ നോഡും. അത് അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഹീപ്പിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ വരുമ്പോൾ ഫസ്റ്റത്തെ 2 നോഡ് എന്ന് പറയുന്നത് 12 and 13 ആണ്. അതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 25 കിട്ടും. 25നെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് മിൻ ഹീപ്പിൽ ഏറ്റവും ലാസ്റ്റാണ് പ്ലേസ് ചെയ്യുക. കാരണം ഇപ്പോൾ കറൻ്റ്ലി ഹയസ്റ്റ് വാല്യൂ എന്ന് കിടക്കുന്നത് 18 ആണ്. അപ്പോൾ 25 എന്ന് പറയുന്നത് 18നെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. സോ ആ ഇപ്പോൾ വന്നിരിക്കുന്ന 25 എന്നുള്ള ന്യൂ ഇൻറ്റേർണൽ നോഡാണ് ലാസ്റ്റ് കിടക്കുക. ദെൻ അഗെയിൻ ഇപ്പോൾ ഉള്ള 2 ഇൻറ്റേർണൽ ഫസ്റ്റ് ടു മിനിമം ഫ്രീക്വൻസി വരുന്ന ഇൻറ്റേർണൽ നോഡുകളെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്യുമ്പോൾ 33 കിട്ടും. 33 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ആഡ് ചെയ്ത ന്യൂ ഇൻറ്റേർണൽ നോഡിനേക്കാളും ഹയർ ആണ്. സോ ഏറ്റവും ലാസ്റ്റ് വരിക ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ ഇൻറ്റേർണൽ നോഡ് 33 ആണ് വരുന്നത്. ആൻഡ് അത് ലാസ്റ്റ് ആഡ് ചെയ്യും. ആൻഡ് ദിസ് 25ഉം 33യും കൂടി ആഡ് ചെയ്യുമ്പോൾ 58 വരും. ഇപ്പോൾ എന്താണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രൂ ആയി. അതായത് വെയിൽ ഹീപ്പ് ഹാസ് മോർ ദാൻ വൺ നോഡിന് കൂടുന്ന വരെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് ഓൾറെഡി 1 നോഡ് ആയി, 1 നോഡിനേക്കാട്ടിലും കൂടുതലില്ല. സോ നമുക്ക് സ്റ്റെപ്പ് 6ലോട്ട് പോവാം. ലാസ്റ്റ് നോഡ് ഇൻ ദ ഹീപ്പ് ഈസ് ദ റൂട്ട് ഓഫ് ഹോഫ്മാൻ ട്രീ. സോ വി കൺസിഡർ ദ നോഡ് 58 ഹാസ് ദ root node of the Hoffman tree. Okay.